ഹായ് ഹലോ നമസ്കാരം. സഹകാരി റൈസ് പ്ലസിന്റെ മറ്റൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജൂലൈ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ടില്ല. കാര്യം നമ്മൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെയാണ് ജൂലൈ മാസം നോക്കി പോകുന്നത്. അത് മാത്രമല്ല, ഇനി വരുന്ന എല്ലാ മാസവും നമ്മൾ കൃത്യമായും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എന്തൊക്കെ കറണ്ട് അഫയേഴ്സ് ഫാക്റ്റ് ആണുള്ളതെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് നോക്കിപ്പോകാം. കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് കറണ്ട് അഫയേഴ്സ്. അതിൽ നിന്നും തന്നെ, അതായത് പത്രത്തിൽ തന്നെ GK ഫാക്ട് കയറി വരുന്നുണ്ട്. അപ്പോൾ അത്തരം GK ഫാക്റ്റ് ആണ് ഓരോ ക്വസ്റ്റ്യനിലും, അതായത് ഓരോ ഹെഡിങ്ങിലും നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്നും നമുക്ക് സ്കിപ്പ് ചെയ്യാനാവില്ല. എന്തായാലും ക്ലാസ്സിലേക്ക് കിടക്കാം. ഏഷ്യൻ ആനകളുടെ മരണത്തിലേക്ക് നയിക്കുന്ന മാരക വൈറസായ എന്താണ്? ഏഷ്യൻ ആനകളുടെ മരണത്തിലേക്ക് നയിക്കുന്ന മാരക വൈറസ് ഏതാണ്? എലിഫന്റ് എൻഡോതെലിയോ ട്രോപ്പിക് ഹെർപ്പസ്. എന്താണ്? എലിഫന്റ് എൻഡോതെലിയോ ട്രോപ്പിക് ഹെർപ്പസ്. അത്തരമൊരു വൈറസിനെതിരെയാണ് ഒരു വാക്സിൻ വികസിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ആ വൈറസ്? എലിഫന്റ് എൻഡോതെലിയോ ട്രോപ്പിക് ഹെർപ്പസ്, അല്ലെങ്കിൽ എന്താണ്? EEHV. എന്താണ്? EEHV. ഒരു പക്ഷേ ക്വസ്റ്റ്യനിൽ വരാം. എന്താണ് EEHV? ഏത് തരം രോഗാണുവാണ്? ഓപ്ഷൻ വരാം: വൈറസ്, ഫംഗസ്, ബാക്ടീരിയ, പ്രോട്ടോസോവ എന്നിങ്ങനെയൊക്കെ വരാം. അപ്പോൾ എന്താണ്, ഏതിനത്തിൽപ്പെട്ടതാണ് EEHV? ഏതിനത്തിൽപ്പെട്ടതാണ്? വൈറസ് ആണ്. അതൊരു വൈറസ് ആണ്. ആരെയാണ് ബാധിക്കുന്നത്? ഏഷ്യൻ ആനകളെയാണ്. ഏഷ്യൻ ആനകളുടെ മരണത്തിലേക്ക് നയിക്കുന്ന ഒരു മാരക വൈറസ് ആണ് എലിഫന്റ് എൻഡോതെലിയോ ട്രോപ്പിക് ഹെർപ്പസ് വൈറസ്. അപ്പോൾ എന്താണ് EEHV? എലിഫന്റ് എൻഡോതെലിയോ ട്രോപ്പിക് ഹെർപ്പസ്. ഇതിനെതിരെയാണ് ഒരു വാക്സിൻ വികസിപ്പിച്ചത്. എന്ത് വാക്സിനാണ് വികസിപ്പിച്ചത്? ഒരു mRNA വാക്സിനാണ്. എന്ത് വാക്സിനാണ്? ഒരു mRNA വാക്സിനാണ് EEHV വൈറസിനെതിരെ വികസിപ്പിച്ചിരിക്കുന്നത്. വാക്സിൻ ആദ്യം സ്വീകരിച്ചത് അമേരിക്കയിലെ ഹൂസ്റ്റൺ മൃഗശാല. അപ്പോൾ ഓർക്കുക, ഹൂസ്റ്റൺ മൃഗശാല എവിടെയാണ്? ഹൂസ്റ്റൺ മൃഗശാല അമേരിക്കയിലാണ് എന്നോർക്കുക. അതൊരു GK ക്വസ്റ്റ്യൻ ആയില്ലേ? അപ്പോൾ ഇത് പത്രത്തിൽ ഇതുപോലെ തന്നെ വന്നിട്ടുള്ളതാണ്. അതിൽ നിന്നാണ് നമ്മൾ ഈ പോയിന്റ്സ് എല്ലാം കളക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഓരോ GK ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ വരുന്നതെന്ന് ഓർക്കുക. അപ്പോൾ ഈ വാക്സിൻ ആദ്യം സ്വീകരിച്ചത് അമേരിക്കയിലെ ഹൂസ്റ്റൺ മൃഗശാലയിലെ ഏഷ്യൻ ആനയായ ടെസ് ആണ്. ആരാണ്? ടെസ്. ആ ഏഷ്യൻ ആനയുടെ ഈ വൈറസിന്റെ വാക്സിൻ സ്വീകരിച്ച ആദ്യത്തെ ആന ഒരു ഏഷ്യൻ ആനയാണ്. ഏഷ്യൻ ആനകൾക്കാണ് ഈ അസുഖം വരുന്നതെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പോൾ അത് എവിടെയുള്ളതാണ്? അമേരിക്കയിലെ ഹൂസ്റ്റൺ മൃഗശാലയിലെ ഏഷ്യൻ ആനയായ ടെസ് ആണ് വാക്സിൻ ആദ്യം സ്വീകരിച്ചത്. മണി ബില്ലുകൾ അവതരിപ്പിച്ച് നിയമം പാസാക്കുന്നതിനെതിരെ ഹർജി പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി. അപ്പോൾ ഇനി എന്ത് ചെയ്യാം? നമുക്ക് മണി ബില്ലുകൾ അവതരിപ്പിച്ച് നിയമം പാസാക്കുന്നതിനെതിരെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഹർജി കൊടുക്കാം. എന്ത് കൊടുക്കാം? ഹർജി കൊടുക്കാനാകും. ഇതുവരെയും അങ്ങനെ ഒന്നില്ലായിരുന്നു, പുതുതായിട്ട് വന്നതാണ്. മണി ബില്ലുകൾ അവതരിപ്പിച്ച് നിയമം പാസാക്കുന്നതിനെതിരെ ഹർജി പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി. അങ്ങനെയെങ്കിൽ മണി ബില്ലിനെ സംബന്ധിച്ച ആർട്ടിക്കിൾ ഏതാണ്? മണി ബില്ല് 110 ആണ്. ആർട്ടിക്കിൾ 110 ആണ് മണി ബില്ലിനെ പറ്റി പ്രതിപാദിക്കുന്നത്. മൊത്തവില സൂചിക കുതിച്ചുയരുന്നു. എന്താണ്? മൊത്തവില സൂചിക കുതിച്ചുയരുന്നു. എവിടെ? ജൂണിൽ മൊത്തവില സൂചിക അടിസ്ഥാനമാക്കിയുള്ള നാണയപ്പെരുപ്പം 3.36% ഉയർന്നു. എന്താണ്? ജൂണിൽ മൊത്തവില സൂചികയെ അടിസ്ഥാനമാക്കിയുള്ള നാണയപ്പെരുപ്പം ഇപ്പോൾ കൂടുതലാണ് എന്ന് ഓർക്കുക. കറണ്ട് അഫയേഴ്സ് ഫാക്ട് എക്കണോമിക്സ് ആണ്. ജൂണിൽ മൊത്തവില സൂചികയെ അടിസ്ഥാനമാക്കിയുള്ള നാണയപ്പെരുപ്പം 3.36% ഉയരുന്നു. എന്താണ് ഇതിന്റെ പ്രത്യേകത?
16 മാസത്തിനിടെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. അപ്പോൾ നാണയപ്പെരുപ്പം ഏറ്റവും ഉയർന്ന നിരക്കാണ് ജൂണിൽ കാണിച്ചിരിക്കുന്നത്. രാമസേതു, കടലിനടിയിൽ ഭൂപടവുമായി ഇസ്രോ. എന്താണ് ഇസ്രോ? ഞാൻ പല ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്. നമ്മളെ കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇസ്രോ എന്ന് പത്രത്തിലൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെ തന്നെയാണ് പത്രത്തിലും അച്ചടിച്ച് വന്നിരിക്കുന്നത്. ഇസ്രോ എന്താണ്? നമ്മുടെ ISRO ആണ്. ISRO ആണ് ഇസ്രോ എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോ രാമസേതു, നമ്മുടെ രാമസേതുവിന്റെ കടലിനടിയിൽ ഭൂപടവുമായി ഇസ്രോ ISRO മുന്നിൽ വന്നിരിക്കുകയാണ്. എന്താണെന്ന് നോക്കാം. നാസയുടെ ഉപഗ്രഹ സഹായത്തോടെ, ആരുടെ സഹായത്തോടെ? നാസയുടെ ഉപഗ്രഹ സഹായത്തോടെ ISRO രാമസേതുവിന്റെ കടലിനടിയിലെ വിശദമായ ഭൂപടം തയ്യാറാക്കി. എന്തിന്റെയാണ്? രാമസേതുവിന്റെയാണ് കടലിനടിയിലെ വിശദമായ ഭൂപടം പുറത്താക്കിയത്. ചോദ്യം വരാം. നാസയുടെ സഹായത്തോടെ ISRO കടലിനടിയിലെ വിശദമായ ഭൂപടം തയ്യാറാക്കിയത് എന്തിന്റെയാണ്? രാമസേതുവിന്റെയാണ്. നാസയുടെ ICSat-2 ഉപഗ്രഹത്തിൽ നിന്ന് ലഭിച്ച ഡേറ്റ പ്രകാരം രാമസേതുവിന്റെ 99.98% വെള്ളത്തിനടിയിലാണ്. അപ്പോൾ എന്തിന്റെ സഹായത്തോടെയാണ്? നാസയുടെ ICSat-2. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ചോദിക്കാം. ICSat-2 ഏത് രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഏത് ബഹിരാകാശ ഏജൻസിയുടെ ഉപഗ്രഹമാണ് എന്ന് ചോദിക്കാം. എന്തിന്റെയാണ്? നാസയുടെ ഉപഗ്രഹമാണ് ICSat-2. നമുക്കൊരു റിലേഷൻഷിപ്പ് ICSat-2വുമായി വന്നില്ലേ? അപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം ICSat-2 നാസയുടേതാണെന്ന് ഓർക്കുക. ഇത് നമ്മൾ കുറച്ച് സഹായിച്ചു. എന്തിനു സഹായിച്ചു? രാമസേതുവിന്റെ കടലിനടിയിലെ വിശദമായ ഭൂപടം തയ്യാറാക്കാൻ നാസയുടെ ICSat-2 ആണ് ISROയെ സഹായിച്ചത്. ഇമ്രാന്റെ പാർട്ടിയെ നിരോധിക്കാൻ നിയമം. ആരാണ് ഇമ്രാൻ? നമ്മുടെ ഇമ്രാൻ ഖാൻ ആരാണ്? സിനിമാ നടനാണോ? അല്ല, പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രിയാണ് ഇമ്രാൻ ഖാൻ. ഇമ്രാൻ ഖാന്റെ പാർട്ടിയാണ് ഏത്? തഹരിക് ഇ ഇൻസാഫ്. ഏതാണ്? തഹരിക് ഇ ഇൻസാഫ് ആണ് നമ്മുടെ പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രിയായ ഇമ്രാൻ ഖാന്റെ പാർട്ടി. ഈ പാർട്ടിയെ നിരോധിക്കാനുള്ള നീക്കമാണ് പാകിസ്ഥാനിൽ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ചോദ്യം വരാം. ഇമ്രാൻ ഖാന്റെ പാർട്ടി ഏതാണ്? അടുത്തിടെ രാജിവെച്ചൊക്കെ പുറത്തു പോകേണ്ടി വന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രിയാണ് ഇമ്രാൻ ഖാന്റെ പാർട്ടി. ആളിപ്പോ ജയിലിലാണ്, ഓർക്കുക. ഇമ്രാൻ ഖാന്റെ പാർട്ടി ഏതാണ്? തഹരിക് ഇ ഇൻസാഫ് ആണ്. ഏതാണ്? തഹരിക് ഇ ഇൻസാഫ്. മറന്നു പോകരുത്. തഹരിക് ഇ ഇൻസാഫ് ആണ് ഇമ്രാൻ ഖാന്റെ പാർട്ടി. അങ്ങനെയെങ്കിൽ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ, ഇങ്ങനൊരു വാർത്ത നമുക്ക് വരുമ്പോൾ ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യം വരാം. പാകിസ്ഥാന്റെ നിലവിലെ പ്രധാനമന്ത്രി ആരാണ്? പാകിസ്ഥാന്റെ നിലവിലെ പ്രധാനമന്ത്രി? ഷഹബാസ് ഷെരീഫ്. ആരാണ്? ഷഹബാസ് ഷെരീഫ് ആണ് പാകിസ്ഥാന്റെ നിലവിലെ പ്രധാനമന്ത്രി. അങ്ങനെയെങ്കിൽ പാകിസ്ഥാന്റെ നിലവിലെ പ്രസിഡന്റ് ആരാണ്? ആസിഫ് അലി സർദാരി ആണ് പാകിസ്ഥാന്റെ നിലവിലെ പ്രസിഡന്റ്. അങ്ങനെയെങ്കിൽ പാകിസ്ഥാന്റെ നിലവിലെ പ്രധാനമന്ത്രി ആരാണ്? ഷഹബാസ് ഷെരീഫ്. ആരാണ്? ഷഹബാസ് ഷെരീഫ്. മനോരഥങ്ങൾ. നമ്മൾ ഫേസ്ബുക്കൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴത്തേക്കും ന്യൂസ് വരുന്നുണ്ട് അല്ലേ? മനോരഥങ്ങൾ എന്താണ്? തമിഴിലും ഹിന്ദിയിലും മലയാളത്തിലും ഒക്കെ ഒരുങ്ങുന്നു. എന്താണ് മനോരഥങ്ങൾ? നമ്മുടെ എഴുത്തുകാരനായ, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട MT വാസുദേവൻ നായരുടെ 91ാം ജന്മദിനത്തിൽ അദ്ദേഹത്തിന്റെ പ്രശസ്ത കഥകളെ ആധാരമാക്കി ഒരുക്കുന്ന ഒരു ആന്തോളജി സീരീസ് ആണ് മനോരഥങ്ങൾ. എന്താണ്? ഒരു ആന്തോളജി സീരീസ് ആണ് മനോരഥങ്ങൾ. ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? MT വാസുദേവനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. MT വാസുദേവൻ നായരുടെ 91ാം ജന്മദിനത്തിൽ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കഥകളെല്ലാം ആധാരമാക്കി വരുന്ന ഒരു ആന്തോളജി സീരീസ് ആണ് മനോരഥങ്ങൾ. അതായത് അദ്ദേഹത്തിന്റെ പല പല കഥകൾ വെച്ചിട്ട് ഓരോരോ കഥ, അതായത് ഒരു 5 പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞിട്ട് സിനിമയൊക്കെ ഇല്ലേ, അതിലിങ്ങനെ ഓരോന്നും ഓരോ പെണ്ണുങ്ങൾക്കും ഓരോ കഥയല്ലേ അതിൽ പറയുന്നത്. അതുപോലെയൊക്കെ ഓരോരോ കഥയാക്കി ഒരു ആന്തോളജി സീരീസ് ആയിട്ട് ഇറക്കിയിട്ടുണ്ട്. അതാണ് മനോരഥങ്ങൾ. അങ്ങനെയെങ്കിൽ ഇങ്ങനൊരു മനോരഥങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ വേണമെങ്കിൽ ചോദിക്കാം, നിലവിലെ ചലച്ചിത്ര വകുപ്പ് മന്ത്രി ആരാണ്? സജി ചെറിയാനാണ് ചലച്ചിത്ര വകുപ്പ് മന്ത്രി. ജീവിക്കാൻ ഏറ്റവും മികച്ച നഗരം? വിയറ്റ്നാം.
എല്ലാവരും ഇനി വിയറ്റ്നയിലേക്ക് പോവുക. ജീവിക്കാൻ ഏറ്റവും നല്ലത്, ഏറ്റവും മികച്ച നഗരം ഏതാണ്? വിയന്നയാണെന്ന് ഒരു പഠനത്തിൽ വ്യക്തമായിരിക്കുകയാണ്. ലോകത്ത് ജീവിക്കാൻ ഏറ്റവും അനുയോജ്യമായ 10 നഗരങ്ങളുടെ പട്ടികയിൽ ഏറ്റവും മുന്നിൽ വന്നിരിക്കുന്നത് വിയന്നയാണ്. വിയറ്റ്ന ഏത് രാജ്യത്തിന്റെ തലസ്ഥാനമാണ്? വിയറ്റ്ന. ചോദ്യം വരാം, വിയറ്റ്ന ഏത് രാജ്യത്തിന്റെ തലസ്ഥാനമാണ്? ഏത് രാജ്യത്തിന്റെയാണ്? ഓസ്ട്രിയയുടെ തലസ്ഥാനമാണ്. വാർത്തയിൽ ഇങ്ങനെ തന്നെയുണ്ട്, ഓസ്ട്രിയൻ തലസ്ഥാനമായ വിയന്ന ഇത് 3ാം തവണയാണ് മുന്നിലെത്തുന്നത്. വാർത്തയിൽ വന്ന പോയിന്റ് ആണ്, ഓസ്ട്രിയൻ തലസ്ഥാനമായ വിയന്ന. പത്രം വായിക്കേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണെന്ന് ഓരോ പോയിന്റും നമ്മൾ വ്യക്തമാക്കുകയാണ്. ഓസ്ട്രിയൻ തലസ്ഥാനമായ വിയന്ന ഇത് 3ാം തവണയാണ് ജീവിക്കാൻ ഏറ്റവും മികച്ച നഗരം എന്ന തലക്കെട്ടിൽ ഒന്നാമതെത്തുന്നത്. കോപ്പൻഹേഗനാണ് പട്ടികയിൽ 2ാം സ്ഥാനം. 2ാം സ്ഥാനത്ത് ഏതാണ്? കോപ്പൻഹേഗൻ. അപ്പോ കോപ്പൻഹേഗനാണ് 2ാം സ്ഥാനം. 3ാം സ്ഥാനത്ത് സൂറിച്ച് ആണ്. സൂറിച്ച് 3ാം സ്ഥാനം സൂറിച്ച്. 4ാം സ്ഥാനം മെൽബൺ. 4ാം സ്ഥാനം മെൽബൺ. അങ്ങനെയെങ്കിൽ ആഭ്യന്തര യുദ്ധങ്ങളാൽ അസ്ഥിരമാക്കപ്പെട്ട സിറിയയുടെ തലസ്ഥാനമായ ദമാസ്കസ് ആണ് പട്ടികയിലെ ജീവിക്കാൻ ഏറ്റവും മോശമായ നഗരം. അപ്പോ ജീവിക്കാൻ ഏറ്റവും മികച്ച നഗരം വിയറ്റ്നയാണെങ്കിൽ ജീവിക്കാൻ ഏറ്റവും മോശമായ നഗരം ഏതാണ്? സിറിയയുടെ തലസ്ഥാനമായ ദമാസ്കസ് ആണ്. ദമാസ്കസ്. ചോദ്യം വരാം, സിറിയയുടെ തലസ്ഥാനം ദമാസ്കസ് ആണ്, ഓർത്തിരിക്കുക. സുപ്രീം കോടതി വീണ്ടും ഫുൾ ബെഞ്ച്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നോട്ടാണ്. സുപ്രീം കോടതിയിൽ വീണ്ടും ഫുൾ ബെഞ്ചായി. എന്താണ് ഫുൾ ബെഞ്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് സുപ്രീം കോടതിയിൽ ജഡ്ജിമാരുണ്ടല്ലോ, അതായത് നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള ജഡ്ജിമാരുടെ ആകെ എണ്ണം എത്രയാണ്? അതായത് സുപ്രീം കോടതി ജഡ്ജിമാരുടെ ആകെ എണ്ണം ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ അത് 34 ആണ്. എത്രയാണ്? 34 ആണ്. എന്നാൽ എല്ലായ്പ്പോഴും അത്രയും തന്നെ ജഡ്ജിമാര് സുപ്രീം കോടതിയിൽ ഉണ്ടായിരിക്കണമെന്നില്ല. ഈ 34 എണ്ണവും ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 34 എണ്ണവും തികയണം എന്നില്ല. എന്നാൽ ഇപ്പോഴിതാ അങ്ങനെ 34 എണ്ണവും തികഞ്ഞിരിക്കുന്നു. അതായത് എത്രയോ ജഡ്ജിമാരെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു. എത്രയാണ്? 2 പേരെയാണ്. നമുക്കറിയാം, കുറച്ചുനാൾ മുന്നേ വരെ നമ്മൾ പഠിച്ചതാണ്. നിലവിൽ സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 32 എന്ന് നമ്മൾ പഠിച്ചു. ഇനി തിരുത്തുക, നിലവിൽ സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ എത്രയാണ്? 34 ആണ്. നമ്മുടെ ബെഞ്ച് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഫുൾ മെമ്പേഴ്സിനെ അവർ എടുത്തിരിക്കുകയാണ്. സുപ്രീം കോടതിയിൽ 2 ജഡ്ജിമാർക്ക് കൂടി നിയമനം. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു GK ഫാക്ട് ഇതിൽ കയറി വരുന്നുണ്ട്. എന്താണെന്ന് നോക്കാം. ജസ്റ്റിസ് എൻ കോടീശ്വർ സിംഗ്. ആരാണ്? ജസ്റ്റിസ് എൻ കോടീശ്വർ സിംഗ്, ജസ്റ്റിസ് ആർ മഹാദേവൻ. ആരൊക്കെയാണ്? ജസ്റ്റിസ് എൻ കോടീശ്വർ സിംഗും ജസ്റ്റിസ് ആർ മഹാദേവൻ എന്നിവരെയാണ് പുതിയ ജഡ്ജിമാരായി നിയമിച്ചിരിക്കുന്നത്. ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ഫാക്ട്, മണിപ്പൂരിൽ നിന്നുള്ള മണിപ്പൂരിൽ നിന്നുള്ള ആദ്യത്തെ സുപ്രീം കോടതി ജഡ്ജിയാണ് കോടീശ്വർ സിംഗ്. എന്താണ്? മണിപ്പൂരിൽ നിന്നുള്ള ആദ്യ സുപ്രീം കോടതി ജഡ്ജിയാണ് കോടീശ്വർ സിംഗ്. ഇതാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഈ 2 പേരുടെ പേര് നിങ്ങൾ പഠിച്ചിരിക്കുക. സുപ്രീം കോടതിയിലേക്ക് പുതുതായി നിയമിച്ച ജഡ്ജിമാരാണ് ആരൊക്കെ? ജസ്റ്റിസ് എൻ കോടീശ്വർ സിംഗും ജസ്റ്റിസ് ആർ മഹാദേവൻ. ഇതോടെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ സുപ്രീം കോടതിയിലുള്ള ജഡ്ജിമാരുടെ എണ്ണം പരമാവധി അംഗസംഖ്യയായ 34 ആയി. ഇതൊക്കെ പത്രത്തിലുള്ളതാണ്. പരമാവധി അംഗസംഖ്യയായ 34 ആയി മാറിയിരിക്കുകയാണ്. നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? DY ചന്ദ്രചൂഡാണ് നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. കേന്ദ്ര നിയമമന്ത്രി അർജുൻ മേഘവാൾ. ആരാണ്? അർജുൻ മേഘവാൾ ആണ് കേന്ദ്ര നിയമമന്ത്രി. ഈ ന്യൂസിനോടൊപ്പം തന്നെ DY ചന്ദ്രചൂഡിന്റെ പേരും അർജുൻ മേഘവാളിന്റെ ഒക്കെ പേര് ആ ന്യൂസിൽ ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ വളർച്ച 7% IMF എന്താണ്? ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. IMF പറയാണ് ഇന്ത്യയുടെ വളർച്ച 7%
നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യൻ സാമ്പത്തിക മേഖലയിലെ വളർച്ച ഏത് ശതമാനത്തിലേക്ക് ഉയരുമെന്ന് രാജ്യാന്തര നാണയനിധി. എന്താണ്? നടപ്പ് സാമ്പത്തിക വർഷത്തിൽ, ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യൻ സാമ്പത്തിക മേഖലയിലെ വളർച്ച 7% ഉയരുമെന്നാണ് രാജ്യാന്തര നാണയനിധി പറയുന്നത്. അടുത്ത സാമ്പത്തിക വർഷത്തിലെ വളർച്ചാ നിരക്ക് 6.5% IMF വിലയിരുത്തി. അടുത്ത സാമ്പത്തിക വർഷത്തിലെ വളർച്ച 6.5% IMFന്റെ വിലയിരുത്തൽ. സൈബർ തട്ടിപ്പ് ഇപ്പോൾ ഒട്ടനവധി ഉള്ളതാണ്. സൈബർ തട്ടിപ്പ് എല്ലാവരും സൈബർ ലോകത്താണ്, നമ്മൾ ഉൾപ്പെടെ എപ്പോഴും ഫോണിലൊക്കെ നമ്മൾ ഒരുപാട് ഇന്റർനെറ്റ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് ആണ്, വർദ്ധിച്ചു വരുന്ന സൈബർ കേസുകളെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായുള്ള സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പർ 1930 അല്ലെങ്കിൽ 1930 എന്താണ്? സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ടായിരിക്കുകയാണ്. എല്ലാവരും ഓർത്തിരിക്കുക. വർദ്ധിച്ചു വരുന്ന സൈബർ കേസുകളെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായുള്ള സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പർ ആണ് 1930. ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് ഈ വർഷം നടപ്പാക്കും. മറ്റൊരു കമ്മിറ്റിയാണ് ഹേമ കമ്മിറ്റി. ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഒത്തിരി ന്യൂസൊക്കെ വരുന്നുണ്ട്. അതെന്താണെന്ന് നമ്മൾ ഒരു ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ചലച്ചിത്ര മേഖലയുമായിട്ടുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് ഹേമ കമ്മിറ്റി. അടുത്തത് എന്താണ്? ഖാദർ കമ്മിറ്റി. എന്താണ് ഖാദർ കമ്മിറ്റി? ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് ഈ വർഷം നടപ്പാക്കും. കേരളത്തിലെ 12ാം ക്ലാസ് വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട വിദഗ്ധ സമിതിയാണ് ഖാദർ സമിതി. ഖാദർ കമ്മിറ്റി. ക്വസ്റ്റ്യൻ വരാം, എന്താണ് ഖാദർ കമ്മിറ്റി? ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് പല പല ഓപ്ഷൻസ് നമുക്ക് കാണാം. ഖാദർ കമ്മിറ്റി ഏതുവരെയാണ്? 12ാം ക്ലാസ് വരെയാണ്. ഓർത്തിരിക്കുക. 10ാം ക്ലാസ് വരെ എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ 7ാം ക്ലാസ് 6ാം ക്ലാസ് എന്നൊക്കെ വരാം, UP ഒക്കെ വരാം. ഇത് ഏതുവരെയാണ്? 12ാം ക്ലാസ് വരെയാണ്. കേരളത്തിലെ 12ാം ക്ലാസ് വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട വിദഗ്ധ സമിതിയാണ് ഖാദർ കമ്മിറ്റി. അപ്പൊ മറക്കരുത്, ഖാദർ കമ്മിറ്റി 12ാം ക്ലാസ് വരെയാണ്. 12ാം ക്ലാസ് വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ച് പഠിക്കാനുള്ള കമ്മിറ്റിയാണ് ഖാദർ കമ്മിറ്റി. ചൊവ്വയിൽ സൾഫർ പാറ. ഏതാണ്? സൾഫർ പാറ. ചൊവ്വയിൽ സൾഫർ പാറ. ചൊവ്വാഗ്രഹത്തിൽ ആദ്യമായി ശുദ്ധമായ സൾഫറിന്റെ സാന്നിധ്യം കണ്ടെത്തി നാസ. അപ്പോൾ നാസ കണ്ടെത്തിയിരിക്കുകയാണ്, ചൊവ്വാഗ്രഹത്തിൽ ശുദ്ധമായ സൾഫറിന്റെ സാന്നിധ്യമുണ്ട്. ആദ്യമായിട്ടാണ് ചൊവ്വാഗ്രഹത്തിൽ ശുദ്ധമായ സൾഫറിന്റെ സാന്നിധ്യം കണ്ടെത്തുന്നത്. ക്യൂരിയോസിറ്റി റോവറാണ് സൾഫറിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്. എന്താണ്? ക്യൂരിയോസിറ്റി റോവറാണ് സൾഫറിന്റെ സാന്നിധ്യം ചൊവ്വയിൽ കണ്ടെത്തിയത്. വീണ്ടും നിപ്പ. സംസ്ഥാനത്ത് വീണ്ടും നിപ്പ മരണം റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതാണ്? മലപ്പുറമാണ്. ഓർത്തിരിക്കുക. ഇപ്പോൾ നിലവില് സംസ്ഥാനത്ത് വീണ്ടും നിപ്പ മരണം റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതാണ്? മലപ്പുറമാണ്. ചൊവ്വയിൽ ഏത് മൂലകത്തിന്റെ ശുദ്ധമായ സാന്നിധ്യമാണ് കണ്ടെത്തിയത്? സൾഫറിന്റെ ആണ്. മറന്നു പോകരുത്, സൾഫറിന്റെ സാന്നിധ്യമാണ് ചൊവ്വയിൽ കണ്ടെത്തിയത്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ജൂലൈ മാസവുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ്. ഇത്രയുമല്ല, ഇനിയുമുണ്ട്. ഒരു ക്ലാസ് കൊണ്ട് നമുക്ക് തീരുന്നതല്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ജൂലൈ മാസം മുഴുവനായിട്ട് നോക്കുന്നത്. ഒറ്റ ക്ലാസ്സിലെടുത്ത് നമുക്ക് പലതും സ്കിപ്പ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒന്നും തന്നെ സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എല്ലാ പോയിന്റും വേണം. ഈ ക്ലാസ് സ്ഥിരമായി കാണുന്ന എല്ലാ കൂട്ടുകാർക്കും എല്ലാ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യനും ശരിയാക്കാൻ കഴിയണം. അതിന്റെ മാർക്ക് ഒരിക്കലും നമുക്ക് നഷ്ടമാകരുത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കിപ്പോണം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ജൂലൈ മാസത്തിൽ ഇനി എന്തെല്ലാമാണ് നമുക്ക് അറിയേണ്ടതെന്ന് നോക്കാം. താങ്ക്